UDFന് അനുകൂലമായ വലിയ ട്രെൻഡാണ് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ തന്നെ BJP വിരുദ്ധ ശക്തികൾക്കും വമ്പിച്ച നേട്ടം ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിൽ അതിവേഗം സ്ഥിതി മാറി വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ മാറ്റം സംഭവിക്കും. അതാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്ന UDF അനുകൂല ട്രെൻഡിന്റെ ഒക്കെ കാരണം. ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിനെയും ജനങ്ങൾക്ക് പല കാരണങ്ങളാൽ മടുത്തു കഴിഞ്ഞു. അതാണ് ഇനിയൊരു മാറ്റം വേണം എന്നുള്ള നിലയിൽ ജനങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വേഗം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ UDF അനുകൂല ട്രെൻഡ് വരാൻ കാരണം. വിഷയത്തിൽ സംസ്ഥാന സർക്കാരും CPM സ്വീകരിക്കുന്ന നിലപാടുകൾ ലീഗിന് ആത്മാർത്ഥത ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ പറ്റിയാണോ ചോദിക്കുന്നത്? പൗരത്വ നിയമത്താണ്. CA കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്, കേന്ദ്രത്തിൽ ഭരിക്കുന്നവർക്കാണ് ഈ കാര്യത്തിൽ ഒരു ആശ്വാസം ജനങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുക. അതിന് കേന്ദ്രത്തിൽ ഭരണമാറ്റം വേണം. കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം. അവിടെ കൂടെ നിൽക്കുന്ന കക്ഷികൾക്ക് നിൽക്കണം. അങ്ങനെ കിട്ടിയാലേ പ്രസിഡന്റ് ക്ഷണിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പൗരത്വ പ്രശ്നത്തിൽ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കേന്ദ്രത്തിൽ ഭരണമാറ്റം വരാൻ വേണ്ടി ആദ്യ പരിഗണന അതിന് കൊടുക്കണം. അതുകൊണ്ട് കേരളം അതിൽ വലിയ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റാണ്. കോൺഗ്രസിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ ആ നിലപാടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് രണ്ടാമത്തെ കാര്യമല്ലേ. കേന്ദ്രത്തിൽ തന്നെ ഈ കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയല്ലോ. കേന്ദ്രത്തിൽ BJP കാലാകാലം ഇരിക്കുന്ന സ്ഥിതി രാജ്യത്ത് അപകടം ഉണ്ടാക്കൂലേ? അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിനുള്ള അവസരമാണിത്. കേരളം നമുക്ക് ഇത് കഴിഞ്ഞ് പറയാം. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നത് അതിനെ എങ്ങനെയാ കാണുന്നത്? തെരഞ്ഞെടുപ്പ് അവർക്ക് കൃത്യമായിട്ട് ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ്? അല്ല, അവർക്ക് ആശങ്കയുള്ളത് കൊണ്ടാണ്. ഇതുവരെ ഉപയോഗിച്ച ആയുധങ്ങളൊന്നും പോരാ, വല്ലതും പുതിയത് വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ അറ്റ കൈ പ്രയോഗിക്കുന്നത്. വരണ്ടുപോയതാണ്. കേന്ദ്ര ഗവൺമെന്റ് വരണ്ടുപോയി. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ വിചാരിച്ച പോലല്ല, അതിവേഗം പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിയപ്പോ അറ്റ കൈ പ്രയോഗിക്കുകയാണ്. താങ്കൾ ഇന്നൊരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നു കോൺഗ്രസ് പല ഘട്ടങ്ങളിൽ സമീപനം ഇന്നത്തെ ആവശ്യം ലീഗ് നന്നായി വിലയിരുത്തിയാണ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് വരലാണ്. അതിനുവേണ്ടി കമ്മിറ്റഡായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചിരിക്കുകയാണ്. അതിനൊന്നും ആരും ഒരു ദുർവ്യാഖ്യാനം നൽകണ്ട. ഞങ്ങൾ അടിയുറച്ച് UDFന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞത് പച്ച മലയാളത്തിലാണ്, അത് ഇംഗ്ലീഷിലല്ല. ഞങ്ങള് ഒരു നിലക്കും എന്താ പറയാ കൂറുമാറും അതുപോലെ കുപ്പായം മാറുന്ന പാർട്ടിയല്ല. അതാണ് ഞങ്ങൾ ഉറച്ച നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. 40 കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടിയുറച്ച നിലപാടാണ്. ആ അടിയുറച്ച നിലപാടിലൊന്നും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല, എപ്പോഴും ഒരു മാറ്റവും ഇല്ല.